മെഡ്പോഡിന്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കൈകളിലെ വേദനയോ തരിപ്പോ കാരണം ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണോ നിങ്ങൾ? അത് ചിലപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ ലക്ഷണങ്ങളാവാം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ആലപ്പുഴ പ്രൊവിഡൻസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹാൻഡ് സർജൻ ഡോക്ടർ ഗോവിന്ദ് എസ് ആണ്. സർ, വെൽക്കം ടു ദ ഷോ. സർ, എന്താണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം? അതൊന്ന് പ്രേക്ഷകരോട് വിശദീകരിക്കും. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈകളിലെ പേശികളെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാഡിയാണ് മീഡിയൻ നെർവ്. മീഡിയൻ നെർവ് നമ്മുടെ റിസ്റ്റിലെ ഒരു ചെറിയ സ്പേസ് ആയ കാർപ്പൽ ടണലിലൂടെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസ് വരുമ്പോൾ ഈ കാർപ്പൽ ടണലിനകത്തെ പ്രഷർ കൂടുകയും തന്മൂലം മീഡിയൻ നെർവിന് ഒരു കംപ്രഷൻ അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ മീഡിയൻ നെർവിന് കംപ്രഷൻ അനുഭവപ്പെടുമ്പോൾ ഈ മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്ന ഏരിയ, അതായത് നമ്മുടെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുക്കത്തെ വിരൽ, പിന്നെ തള്ളവിരലിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് നമുക്ക് ശക്തമായ തരിപ്പും വേദനയും അനുഭവപ്പെടുന്നതാണ്. ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. സർ, ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? കാർപ്പൽ ടണൽ സിൻഡ്രോമിന് സാധാരണയായി വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് പ്രാരംഭഘട്ടത്തിൽ കൈകളിൽ ഉണ്ടാകുന്ന ചെറിയ തരിപ്പും മരവിപ്പും തന്നെയായിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈപ്പത്തിയുടെ ഈ ഭാഗം, പിന്നെ തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുക്കത്തെ വിരൽ, ഈ 3 ഏരിയകളിലായിട്ടാണ് പ്രധാനമായും തരിപ്പും മരവിപ്പും അനുഭവപ്പെടുന്നത്. പ്രാരംഭഘട്ടത്തിൽ, അധികം തീവ്രമല്ലാത്ത ഘട്ടത്തിൽ നമ്മൾ കൈകൾ ചെറുതായി കുടയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ തരിപ്പ് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അസുഖത്തിന് വേണ്ടതായ ഒരു സീരിയസ്നെസ് ലഭിക്കാറില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ, അതായത് അസുഖം മൂർച്ഛിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈകളിൽ ഈ പറഞ്ഞ ഏരിയയിൽ തന്നെ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെടുകയും ചെയ്യും. അത് നമുക്ക് എന്ത് ചെയ്താലും മാറാത്തൊരവസ്ഥ വരും. കൂടാതെ രാത്രിയിൽ ഭയങ്കര ശക്തമായിട്ടുള്ള തരിപ്പും മരവിപ്പും കാരണം നമുക്ക് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്. അതുകൂടാതെ തന്നെ ഈ കൈകളിലെ പേശികളിലേക്കുള്ള ബലം കുറവ് കാരണം നമ്മൾ സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മൊബൈൽ ഫോൺ പിടിക്കുക, അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുക, നമ്മളുടെ കൈകളിൽ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ പോലും പിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഡ്രൈവ് ചെയ്യുക, സ്റ്റിയറിംഗ് വീൽ പിടിക്കാൻ ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോത്തിന്റെ ലക്ഷണങ്ങൾ. ഡോക്ടർ, ആർക്കാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതൽ? ഏതെങ്കിലും പ്രത്യേക ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ? തീർച്ചയായും നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് നമ്മളുടെ ഈ റിസ്റ്റിന്റെ മൂവ്മെന്റ്സ് കൂടുതൽ വരുന്ന ജോലികളിലാണ്. അതായത് നമുക്ക് ഈ മൂവ്മെന്റ്സ്, അതായത് ഇത് നമ്മൾ ഫ്ലെക്ഷൻ മൂവ്മെന്റ് എന്ന് പറയും, ഇത് നമ്മൾ എക്സ്റ്റൻഷൻ മൂവ്മെന്റ് എന്ന് പറയും. അപ്പോൾ ഈ കൂടുതൽ റെപ്പിറ്റേറ്റീവ് ആയിട്ട് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെന്റ്സ് വരുന്ന ജോലികളിലാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ചെയ്യുന്നവർക്ക് വരണം എന്നില്ല, അതിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ IT പ്രൊഫഷണൽസ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് നല്ലപോലെ യൂസ് ചെയ്യുന്നു, റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണ് അവിടെ. പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ വീട്ടു ജോലികൾ ചെയ്യുമ്പോഴും റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് വരുന്നു. ഇത് കൂടാതെ നമ്മൾ ശക്തമായ വൈബ്രേറ്റിംഗ് ഫോഴ്സ് ഉള്ള ടൂൾസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ ഈ ശക്തമായ ചുറ്റിക കൊണ്ട് ഹാമർ ചെയ്യുക, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവരിൽ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ റിസ്ക് ഉള്ളതാണ്. ഇത് കൂടാതെ നമ്മൾ ചില അസുഖങ്ങൾ, അതായത് അണ്ടർലൈങ് ഡിസീസസ് ലൈക്ക് ഇപ്പോൾ ഡയബറ്റീസിൽ വരാം, തൈറോയിഡിൽ വരാം, പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസിൽ വരാം, ഈ അസുഖങ്ങൾ സംബന്ധമായിട്ടും നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോം വരാവുന്നതാണ്. പിന്നെ കാർപ്പൽ ടണൽ സിൻഡ്രോം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും കാണാറുണ്ട്. നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്? കാർപ്പൽ ടണൽ സിൻഡ്രോമിന്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പേഷ്യന്റ് വരുമ്പോൾ അത് നമ്മുടെ ഒരു റുട്ടീൻ എക്സാമിനേഷൻ ഫോർമാറ്റ് തന്നെയാണ്. ആദ്യമായി നമ്മൾ പേഷ്യൻസിനോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അതായത് അവരുടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി എടുക്കുകയും പിന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളുണ്ട്, കാർപ്പൽ ടണൽ സിൻഡ്രോത്തിന്റെ ടെസ്റ്റുകളുണ്ട്, അത് ചെയ്ത് നോക്കുകയും ചെയ്യുന്നതാണ്. സാധാരണയായി നമ്മൾക്കത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീഡിയൻ നെർവ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മീഡിയൻ നെർവിൻ്റെ ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു ഞരമ്പിൻ്റെ ടെസ്റ്റ് ഉണ്ട്. ആ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വെച്ചിട്ടാണ് നമ്മൾ ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നതും അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതും ഈ നെർവ് കണ്ടക്ഷൻ സ്റ്റഡി വെച്ചിട്ട്. കാർപ്പൽ ടണൽ സിൻഡ്രോമിന് എന്തൊക്കെ ചികിത്സ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്? കാർപ്പൽ ടണൽ സിൻഡ്രോമിനും നമ്മൾക്ക് ചികിത്സിക്കാനായിട്ട് പ്രാരംഭഘട്ടത്തിലാണെങ്കിൽ നമ്മൾക്ക് സാധാരണഗതി നമ്മൾ മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കാവുന്നതാണ്.
നമുക്ക് ഈ നീര് വലിയാനുള്ള ഗുളികകൾ ഉണ്ടാവും. പിന്നെ കൂടാതെ തന്നെ നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ് ഇതിനുള്ള ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മുടെ റിസ്റ്റ് ഒരു ന്യൂട്രൽ പൊസിഷനിലായിട്ടൊരു സ്പ്ലിൻറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അത് രാത്രി സമയങ്ങളിൽ മാത്രം ഇട്ടാൽ മതിയാവും. പ്രാരംഭ ഘട്ടങ്ങളിലാണെങ്കിൽ നമുക്കൊരു ചെറിയ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് കൊടുത്തിട്ടാണെങ്കിലും കാർപ്പൽ ടണൽ സിൻഡ്രോമിന് നമുക്ക് താൽക്കാലികമായി നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഒട്ടുമിക്ക പേഷ്യൻസും പ്രാരംഭഘട്ടങ്ങളിലാണെങ്കിൽ ഈ ചികിത്സാ രീതികളോട് നല്ലപോലെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ കാർപ്പൽ ടണൽ സിൻഡ്രോം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും എഫക്റ്റീവ് ആകുകയില്ല. അതിന് നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആവശ്യമാണ്. ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് സർജിക്കൽ ട്രീറ്റ്മെന്റ് കാര്യം സാർ പറഞ്ഞല്ലോ, അത് എപ്പോഴാണ് ഈ സർജിക്കൽ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്? കാർപ്പൽ ടണൽ സിൻഡ്രോമിന് നമ്മൾ സർജറി നിർദ്ദേശിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിതീവ്രമായിട്ടുള്ള തരിപ്പും മരവിപ്പും രോഗി പറയുമ്പോഴാണ്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലോട്ട് എത്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ശക്തമായി കയ്യിലെ അനക്കങ്ങൾ കുറയുക, കൈ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക. കൂടുതലും പേഷ്യൻസിൻ്റെ സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ സിവിയറിറ്റി ഡിസൈഡ് ചെയ്യുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെർവ് കണ്ടക്ഷൻ സ്റ്റഡിയിൽ നോക്കുമ്പോൾ അത് സിവിയർ ആയിട്ടുള്ള നെർവ് കണ്ടക്ഷൻ, അതായത് ബൈലാറ്ററൽ, യൂഷ്വലി ഇത് 2 കൈകളിലും വരാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സിവിയർ കാർപ്പൽ ടണൽ സിൻഡ്രോം ആണെങ്കിൽ നമ്മളത് സർജറി കൊണ്ടായിരിക്കും ഫസ്റ്റ് ലൈനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ആ സിവിയർ കാർപ്പൽ ടണൽ സിൻഡ്രോത്തിൽ നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് നോക്കാറില്ല. ഈ സർജറി എത്രത്തോളം ഫലപ്രദമായിരിക്കും? ഈ രോഗിക്ക് സാധാരണ ഒരു ജീവിതശൈലിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുമോ ഈ സർജറിക്ക് ശേഷം? തീർച്ചയായും സാധ്യമാണ്. അത് ഈ സർജറി ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളതനുസരിച്ചിരിക്കും ഇതിൻ്റെ ഒരു റിക്കവറി പീരീഡ്. ഞാനതാ ഇപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളൊരു സിവിയർ കാർപ്പൽ ടണൽ സിൻഡ്രോം അല്ലെങ്കിൽ രോഗിയുടെ അധികം താമസിക്കാതെ നമ്മളൊരു സർജറിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ രോഗിക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. ഒരു 2 ആഴ്ച കൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് എടുക്കുകയും രോഗി കൈകളെ അനക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഒരു 2-3 മാസത്തിനുള്ളിൽ തന്നെ രോഗികൾക്ക് ഈ അസുഖം വരുന്നതിനുള്ള ആ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലവരും ഇത് അവോയ്ഡ് ചെയ്യും. എന്നുവെച്ചാൽ ഈ തരിപ്പും മരവിപ്പും ഇങ്ങനെ വെച്ച് നമ്മുടെ കൈ വീക്കായി കഴിയുകയാണെങ്കിൽ നമ്മൾ ഈ സർജറി ചെയ്യുന്നതുകൊണ്ട് കാര്യമായ ഗുണം കിട്ടണമെന്നില്ല. എന്നുവെച്ചാൽ കൈയുടെ മസിലുകൾ വീക്കാകുകയും തള്ളവിരൽ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ടായി വരികയും ചെയ്താൽ അന്നേരം നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഫലം കിട്ടണമെന്നില്ല. ചിലപ്പോൾ ആ തരിപ്പ് ചിലപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യമായ പ്രാരംഭഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയിട്ട് പറ്റുന്നില്ല, മരുന്നുകൾ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇയർലി സർജറി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പോളിസി. ഈ ആശുപത്രിയിലേക്ക് പോകാനുള്ള മടിയൊക്കെ കാരണം ഈ വേദനയും തരിപ്പും ഒക്കെ വരുമ്പോൾ ആൾക്കാർ അതങ്ങ് അവഗണിക്കാറുണ്ട്. അങ്ങനെ അത് അവഗണിക്കുന്ന ആളുകളോട് സാറിന്, നമ്മുടെ പ്രേക്ഷകരോട് ഒരു എന്താണ് പറയാനുള്ളത്? അതൊന്നും നമ്മൾ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചത്. കാരണം ഈ ആൾക്കാർ പൊതുവെ ഹോസ്പിറ്റലിലും സർജറിക്കും മടിക്കുന്നത് കൊണ്ട് OPയിൽ കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഇതിന് വളരെ കുറവ്, വളരെ ലേറ്റ് ആയിട്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പ്രാരംഭഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു സിവിയറിറ്റിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി റിക്കവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. കാരണം ഈ തരിപ്പും മരവിപ്പും വിത്തിൻ ദ നെക്സ്റ്റ് ഡേ 2 to 3 days അവർ റിക്കവർ ചെയ്യും. ബാക്ക് ടു ഒരു വിത്തിൻ 2 to 3 months അവർക്ക് ആ നഷ്ടപ്പെട്ട സ്ട്രെങ്ത് എല്ലാം തിരിച്ചു കിട്ടുകയും ചെയ്യും. പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കൈകളിലെ പേശികൾ വീക്കായി കഴിഞ്ഞാൽ കേവലം ഒരു കാർപ്പൽ ടണൽ സർജറി കൊണ്ട് മാത്രം നമുക്കിതിൻ്റെ ചലനങ്ങൾ കിട്ടണമെന്നില്ല. നമ്മളുടെ കൈകൾ, അതായത് തള്ളവിരലിലെ ചലനങ്ങൾക്ക് വേണ്ടി നമ്മൾ വേറൊരു സർജറിയും കൂടെ ഇതിൻ്റെ അഡീഷണലായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടി വരും. സോ അതിനൊന്നും അത്രയും കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ ഇത് നിങ്ങൾക്ക് സെൽഫ് ട്രീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ആയിട്ടുള്ള കീ പോയിന്റ്. നിങ്ങൾ ഒരു സംശയമുണ്ട് ഇത് ചെയ്യണം ഇതാണെങ്കിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് തുടർച്ചയായി തരിപ്പോ മരവിപ്പോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ അടുത്തുള്ള ഒരു ഓർത്തോപെഡിക് സർജനെ കാണിക്കുക, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നല്ല, ഏതൊരു രോഗാവസ്ഥയാണെങ്കിൽ തന്നെയും തുടക്കത്തിൽ തന്നെ അത് കണ്ടെത്തി അതിന് വേണ്ട ചികിത്സാ രീതികൾ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഇന്നത്തെ സെഷനിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്താണെന്നും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള വളരെ വിശദമായിട്ട് തന്നെ ഡോക്ടർ ഗോവിന്ദ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു ഡോക്ടർ. മറ്റൊരു ഇൻഫോർമേറ്റീവ് കണ്ടന്റുമായി വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, bye.